dear fathers, sisters, respected elders, and beloved members of our parish family. With hearts filled with gratitude and joy, we welcome each one of you to our St. Luke Feast Day celebration, a day to honor our patron saint and rejoice in the spirit of togetherness and faith. St. Luke, the beloved physician and evangelist, reminds us that faith and compassion go hand in hand. And today, as one family in Christ, let us celebrate with songs, dance, laughter, and thanksgiving. To begin this blessed evening, let us lift our hearts to God in prayer, inviting Mr. Joshimon Joseph to lead us in the prayer song. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നിർത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾത്തളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൗർണമി ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി നീട്ടി. Every celebration becomes special when we begin with a warm welcome. To do the honors, we invite Mrs. Neetu Jitin, Joint Secretary of St. Luke Unit, to extend the words of welcome. നിങ്ങളുടെ തലമുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ഭയപ്പെടേണ്ട. ഞങ്ങൾ അനേകം കുരുകളേക്കാൾ വലിയുള്ളവരാണ്. ലൂക്ക 12:7. ദൈവത്തോട് കൂടുതൽ ചേർന്നിരുന്നുകൊണ്ട് ഭയം കൂടാതെ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സുന്ദര സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും സെന്റ് ലൂക്ക് യൂണിറ്റിന്റെ വാർഷിക ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാമൂഹിക നീതിയുടെയും കരുണയുടെയും പാവപ്പെട്ടവരുടെയും സുവിശേഷകനായി അറിയപ്പെടുന്ന വിശുദ്ധ ലൂക്കാസ് ശ്ലീഹായെ പോലെ ക്രിസ്തു പഠിപ്പിച്ചതൊക്കെയും അവരുടെ സൗന്ദര്യവും മൂല്യവും ചോർന്നു പോകാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കും കഴിയട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം അർപ്പിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി നമ്മുടെ ആത്മീയ നേതാവും ഇടവകയുടെ വികാരിയുമായ റവറൻഡ് ഫാദർ അഡ്വക്കേറ്റ് ആൽബർട്ട് ഭരണിക്കുളങ്ങരെ അച്ഛനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാരിഷിന്റെ വളർച്ചയ്ക്കും ആത്മീയ ജീവിതത്തിനും അച്ഛൻ നടത്തുന്ന നേതൃത്വത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ മദർ സിസ്റ്റർ തെരേസയെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാരിഷിന്റെ വളർച്ചയ്ക്കും ആത്മീയ ജീവിതത്തിനും മദർ നൽകുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ്. അടുത്തതായി നമ്മുടെ പാരിഷ് കമ്മിറ്റിയെ നയിക്കുന്ന കൈക്കാരന്മാരായ വർഗീസ് ചേട്ടനെയും പോളി വർഗീസ് ചേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പള്ളിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അടുത്തതായി നമ്മുടെ കാറ്റഗറിസം വിഭാഗത്തിന്റെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററായ ജോണിക്കുട്ടി സാറിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സെന്റ് ലൂക്ക് യൂണിറ്റിലെ പ്രസിഡന്റായ MD ദാസ് ചേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റിന്റെ ഉന്നമനത്തിന് ദാസേട്ടൻ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലമതിക്കാനാവാത്തതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന നമ്മുടെ ഇടവകയിലെ സിസ്റ്റേഴ്സിനെയും
ബ്രദർ സോണക് ബ്രദറിനെ, നമ്മുടെ ഇടവകയിലെ എല്ലാ യൂണിറ്റിന്റെ സംഘടനയും പ്രസിഡന്റുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സെക്യൂരിറ്റി യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ യൂണിറ്റ് ഫീസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ സമ്മേളനത്തിന് യഥാർത്ഥ അർത്ഥം നൽകുന്നത്. നമുക്ക് ഈ ദിവസം ആത്മീയതയുടെയും സന്തോഷത്തിന്റെയും ഓർമ്മയായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Light symbolizes purity, knowledge, and divine presence of God. We now move to the ceremonial lighting of our lamp, a moment that signifies the beginning of our celebration in the light of Christ. We invite Father Advocate Albert Bharnikulangaram along with Mr. Varghese Polly, Johnny Goody Sir, Sister Teresa, and Das Uncle to light the lamp. May this divine light continue to guide us in faith and love. To officially inaugurate today's celebration, we warmly welcome Father Albert Bharnikulangaram to deliver the inaugural address. ഞാൻ അവസാനം പറയാനാണ് വിചാരിച്ചത്. ആദ്യമേ തന്നെ കടന്നു അധികം പറയേണ്ട കാര്യങ്ങളൊന്നും. അപ്പൊ പ്രിയ ദാസേട്ട, ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സഹോദരന്മാരെ, ഏറ്റവും സന്തോഷമായ ഒരു സമയത്തിലേക്കാണ് നമ്മൾ കിടക്കുക. 3 ദിവസം നൊവേനയും 2 ദിവസം നൊവേനയും ഇന്നത്തെ കൂടി 3 ദിവസം നൊവേനയും ആഘോഷമായ തിരുനാൾ കുർബാനയും ഇന്നലെ നിങ്ങൾ ചെയ്ത റോസറിയും എല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ അതിന്റെ അവസാന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യൂണിറ്റിന്റെ വാർഷികം അല്ലെ, ഏറ്റവും സന്തോഷമായിട്ട് വർഷം ആനുവലി നടക്കുന്ന ഒരു കാര്യമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം യൂണിറ്റ് വാർഷികം ഉണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് എല്ലാ വർഷവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, എല്ലാ വർഷവും വേണ്ടതാണ് യൂണിറ്റ് വാർഷികം. അപ്പൊ സെന്റ് ലൂക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധൻ താഴെയായി പോയി. വിശുദ്ധന്റെ ഒരു ജീവിതം നമുക്ക് എപ്പോഴും മാതൃകയായിരിക്കണം അല്ലെ. നമ്മളെപ്പോഴും ഏതൊരു നമ്മുടെ പേരെടുത്താലും, എന്റെ പേര് ആൽബർട്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ആൽബർട്ടിന്റെ കുറച്ചൊക്കെ മാതൃകകൾ നമ്മുടെ ഞാൻ ജീവിതത്തില് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ആള് പഠനത്തിലും ബുദ്ധിയിലും മറ്റുള്ള പല കാര്യങ്ങളിലും ആള് മുമ്പിലായിരുന്നു. അപ്പൊ നമ്മുടെ ഏതെങ്കിലും കുറെ കാര്യങ്ങൾ, നല്ല ഗുണങ്ങളുള്ള, അതേപോലെ തന്നെ പള്ളി വളർത്തുവാനായിട്ട്, നമ്മുടെ സഭയെ വളർത്തുവാനായിട്ട് ഒക്കെ വിശുദ്ധ ആൽബർട്ട് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ രീതിയിൽ വളർത്തുവാനൊക്കെ ഞാൻ ശ്രമിക്കുന്നു. വിശുദ്ധ ലൂക്കായെ കുറിച്ച് ഞാൻ രാവിലെ പറഞ്ഞു. സുവിശേഷം അല്ല, യേശുവിനെ കാണാതെ യേശുവിനെ കുറിച്ച് എഴുതിയ ഒരു വിശുദ്ധനാണ്. സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ട് അതിനെ തൂലിക്കൊണ്ട് എഴുതിയ ഒരാളാണ്. വെറുതെ ജീവിതത്തിൽ പകർത്താണ്ട് നമുക്ക് അധികം എഴുതാൻ സാധിക്കും. ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് എഴുതുന്ന ആള് അനുഭവിച്ചൊരു കാര്യമാണെങ്കിൽ ആ എഴുത്തിനും അക്ഷരത്തിനും ഒക്കെ ഒത്തിരി മീനിങ്ങുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ യേശുവിന്റെ ജീവിതമാണ് അദ്ദേഹം എഴുതിയത്. അപ്പൊ ആ ഒരു ജീവിതമാണ് നമുക്ക് എപ്പോഴും മാതൃകയായിരിക്കേണ്ടത്. വിശുദ്ധ ലൂക്കായെ നമ്മളെ പഠിപ്പിച്ചിരുന്ന വലിയൊരു പാഠമാണ്. ജീവിതത്തില് യേശുവിന്റെ സുവിശേഷത്തെ ജീവിതത്തിലേക്ക് പകർത്തുക, അണ്ട് നമ്മൾ സുവിശേഷമായി തീരുക എന്നുള്ളത്. ഇന്ന് യൂണിറ്റിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് എന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. യൂണിറ്റ് ഇപ്പൊ നടത്താൻ പോകുന്ന എല്ലാ പ്രോഗ്രാമിലും ദൈവാനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ. ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഒരു 20-25 വീടാണ് സെന്റ് ലൂക്കിൽ ഉണ്ടെങ്കിൽ. എത്ര വീടുണ്ട്? 23 വീട്. ആ 23 വീടും ഒരു കുടുംബമായിട്ട് ഒരേ രീതിയിൽ വർക്ക് ചെയ്യേണ്ടവരാണ്. അതിനാണ് നമ്മൾ പലപ്പോഴും ഓരോ കുടുംബ യൂണിറ്റുകളും ഓരോ പ്രാർത്ഥനകളും ഓരോ നടന്നത്. വെറുതെ വന്ന് 2 പ്രാർത്ഥന ചൊല്ലി ഫുഡ് കഴിച്ച് പോവുകയല്ല. സമയം ചെലവാക്കി അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് അവരെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് സുഖദുഃഖങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കണം. കുറ്റങ്ങൾ പറയുകയാണെങ്കിൽ നേരെ വീട്ടിൽ പോകണം.
അധികം സമയം നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. പക്ഷെ നല്ല കാര്യം പറയുകയാണെങ്കിൽ കുറച്ചേരൊക്കെ ഇരുന്ന് സമയം ചെലവഴിച്ച് വർത്താനൊക്കെ പറഞ്ഞു പോകണം. അതാണ് ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതാണ്, അല്ലെ, ഒരു യൂണിറ്റി എന്ന് പറയുന്നതാണ്. അപ്പൊ ആ യൂണിറ്റിയിൽ വളരുവാനായിട്ട്, ആ കൂട്ടായ്മയിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വളരുമ്പോഴാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ യൂണിറ്റ് ആയതിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് യൂണിറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ആ യൂണിറ്റ് തിരിക്കുന്നത് കുറച്ച് വീടുകൾ ഒരുമിച്ച് കൂടുമ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പരസ്പരം അറിയുവാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം അതുപോലെ തന്നെ നമ്മുടെ വിചാരങ്ങളും എല്ലാം വരുന്ന ഷെയർ ചെയ്യാനും ന്യൂ ഐഡിയാസ് ഉണ്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ പണികളും ജോലികളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് വന്ന് ഓരോരുത്തരെയും കേട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരേ രീതിയിൽ ചില ആളുകളുടെ ഐഡിയ എടുക്കുന്നു, ചില ആളുടെ വേണ്ടെന്ന് വയ്ക്കുന്നു, ചിലർ ഇച്ചിരി നല്ലതായിരിക്കുന്നു. അപ്പൊ വിട്ടുകൊടുക്കുവാനും അത് എടുക്കുവാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ സ്ലോലി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിലും ചിലപ്പോൾ അത് ചെയ്യാൻ സാധിച്ചെന്ന് വരാം. ചിലപ്പോൾ നമ്മുടെ നല്ല ഐഡിയകൾ അക്സെപ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് തയ്യാറാവാനായിട്ട് നമ്മളെ പഠിപ്പിക്കും, കൂടുതൽ എടുക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനൊക്കെ. അങ്ങനെയൊക്കെയാണ് വളരുക. ഈ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. അതിലിപ്പോൾ പഠിക്കുന്നത്, ഈ പ്രോഗ്രാം നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. പലതും പറയുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. എല്ലാം ഞാൻ പറയേണ്ട അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ഒരു യൂണിറ്റ് വാർഷികത്തിന്റെ എല്ലാവിധ നന്മകളും ഭാവങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു ദാസേട്ടന്റെ എക്സിക്യൂട്ടീവ് ടീമിനും അതുപോലെ തന്നെ ആ യൂണിറ്റിലെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. നല്ല പ്രോഗ്രാം അഭിനന്ദിക്കും. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് പെർഫോം ചെയ്യാനുള്ള കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Thank you, Father, for your inspiring words and blessings. Let us now listen to the annual report that highlights the activities and achievements of St. Luke Unit. Inviting Anuj Jito, Secretary of St. Luke Unit, to present the report. For the is St. Mary's Church, Mayur Vihar Phase 1, St. Luke Unit 2024 and 25 വാർഷിക റിപ്പോർട്ട്. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, യൂണിറ്റ് ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, 2024-25 നമ്മുടെ യൂണിറ്റിന്റെ വിവിധ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2024 വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ 27/10/2024 ഞായറാഴ്ച ആഘോഷപൂർവ്വം വിശുദ്ധ കുർബാനയോടെ നടത്തപ്പെട്ടു. 25, 26, 27 ദിവസങ്ങളിൽ നൊവേനയും നടത്തി. കാഴ്ച വയ്പിലും വിശുദ്ധ കുർബാനയിലും യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയെ തുടർന്ന് സ്നേഹവിതരണവും നടത്തി. 2024 ഡിസംബർ 15 പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ട കരോൾ സിംഗിംഗ് മത്സരത്തിൽ നമ്മുടെ യൂണിറ്റ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. യൂണിറ്റ് വൈസ് കരോൾ ഡിസംബർ 18 നമ്മുടെ യൂണിറ്റിൽ നടത്തപ്പെട്ടു. ജനുവരി 18 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് യൂണിറ്റിലെ ഓരോ വീടുകളിലും പ്രദക്ഷിണമായി കഴിഞ്ഞെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 16/2/2025 കൂട്ടായ്മ മിസ്റ്റർ ജോൺസൺ കേറ്റിയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അന്ന് പുതിയ ഭാരവാഹികളെ ബഹുമാനപ്പെട്ട ആൽബർട്ട് അച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. വിശുദ്ധ വാരത്തിൽ യൂണിറ്റിനെ ഏൽപ്പിച്ചിരുന്ന കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. 20/5/2025 മിസ്റ്റർ ദാസ് എംഡിയുടെ വീട്ടിൽ വെച്ച് കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വിചിന്തനവും നടത്തുകയുണ്ടായി. അന്നേ ദിവസം നവദമ്പതികളായ ജെർണിയും വൈഫ് സാനിയായും നമ്മുടെ യൂണിറ്റിലേക്ക് സ്വാഗതം ചെയ്തു. അന്നേ ദിവസം നമ്മുടെ യൂണിറ്റിലെ +2 and 10th ബോർഡ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും പ്രത്യേകം സമ്മാനം നൽകി അഭിനന്ദിച്ചു. അതുപോലെ കാറ്റഗിസം സ്കോളർഷിപ്പ് എക്സാമിൽ 11ാം ക്ലാസ്സിൽ 2nd റാങ്ക് കരസ്ഥമാക്കിയ ലേന വിനോയിയെയും പ്രത്യേകം അഭിനന്ദിച്ചു. ഓഗസ്റ്റ് മാസം 5, 6 തീയതികളിൽ കോമിഷൻ സിസ്റ്റേഴ്സിന്റെ ഭവന സന്ദർശനം നല്ല രീതിയിൽ നമ്മുടെ യൂണിറ്റിൽ നടത്തപ്പെട്ടു. 2025 സെപ്റ്റംബർ മാസത്തിൽ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നമുക്കായി നിശ്ചയിക്കപ്പെട്ട ദിവസം വിശുദ്ധ ബലിയിലും നൊവേനയിലും നമ്മുടെ യൂണിറ്റിലെ അംഗങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. 2025 സെപ്റ്റംബർ 14 നമ്മുടെ യൂണിറ്റിൽ ഓണാഘോഷം നല്ല രീതിയിൽ നാം നടത്തുകയുണ്ടായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് കൾച്ചറൽ പ്രോഗ്രാമും മത്സരങ്ങളും നടത്തി. മത്സരങ്ങളിൽ വിജയിച്ച എല്ലാവർക്കും പ്രത്യേകം ട്രോഫി നൽകി നമ്മുടെ വികാരിയച്ഛൻ അനുമോദിച്ചു. അതിനുശേഷം ഓണസദ്യയും ഉണ്ടായിരുന്നു. 2025 സെപ്റ്റംബർ 21 നമ്മുടെ പാരിഷിന്റെ ഓണാഘോഷം നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി പുരുഷ വിഭാഗം വടംവലി മത്സരത്തിൽ നമ്മുടെ സെന്റ് ലൂക്ക് യൂണിറ്റ് 1ാം സ്ഥാനം കരസ്ഥമാക്കി.
28/9/2025 കോർ കമ്മിറ്റി കൂടി സെന്റ് ലൂക്ക് യൂണിറ്റ് ഫീസ്റ്റ് കലാവിരുന്നോടുകൂടി നടത്താൻ തീരുമാനിച്ചു. ഫീസ്റ്റ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇതിനായി സഹകരിച്ച സെന്റ് ലൂക്ക് യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. 2024-25 വർഷത്തെ ഇടവകയുടെയും യൂണിറ്റിന്റെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നിസ്വാർത്ഥമായി സഹകരിച്ച എല്ലാ അംഗങ്ങളോടും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച ഭാരവാഹികളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരുമയോടെ യൂണിറ്റിലും ഇടവകയിലും പ്രവർത്തിക്കുവാനും സമാധാനവും സന്തോഷവും ദൈവാനുഗ്രഹവും നിറഞ്ഞ കുടുംബജീവിതം നൽകി എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ സവിനയം സമർപ്പിക്കുന്നു. Let's welcome the children along with Mr. Joshimon Joseph for a colorful fancy dress competition. വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ വിവരണമാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സുവിശേഷകന്മാരിൽ ഒരുവനും അപ്പസ്തോലന്മാരുടെ ഗ്രന്ഥകർത്താവും വിശുദ്ധ പൗലോസ്ലീഹായുടെ സന്തത സഹചാരിയുമായിരുന്നു. ലൂക്കാ സുവിശേഷകന്റെ തിരുനാളാണ് തിരുസഭ ഒക്ടോബർ 18 ആഘോഷിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സിറിയയിലെ അന്തിഗോയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിജാതീയരായിരുന്നു. വിശുദ്ധ ലൂക്ക ആ നാട്ടിലെ ചിത്രകാരനും നല്ല വൈദ്യനുമാണ്. പൗലോസ്ലീഹയാണ് ലൂക്കായെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്. 4 സുവിശേഷകന്മാരിൽ യഹൂദനല്ലാത്ത ഏക വിജാതീയനായിരുന്നു വിശുദ്ധ ലൂക്ക. AD 60-ാം നാളിൽ അക്കായിയായിൽ വെച്ചാണ് സുവിശേഷം എഴുതുവാൻ തുടങ്ങിയത്. അതിനുശേഷം നടപടി പുസ്തകം അഥവാ അപ്പസ്തോല പ്രവർത്തനം എന്ന ഗ്രന്ഥം രചിച്ചു. പരിശുദ്ധ മറിയത്തിന്റെ ചിത്രം ആദ്യമായി വരച്ചത് വിശുദ്ധ ലൂക്കായാണ്. ലാസറിനെയും അവനെ അവഗണിച്ച ധനികന്റെയും കഥ നമ്മോട് പറഞ്ഞു തന്നത് വിശുദ്ധ ലൂക്കായാണ്. ധൂർത്തപുത്രന്റെ ഉപമയും കാണാതായ ആടിന്റെ ഉപമയും കാണാതായ നാണയത്തിന്റെ ഉപമയും ഉദ്ധരിച്ച് കരുണയുള്ള പിതാവിന്റെ ചിത്രം വിശ്വാസികളുടെ മനസ്സിൽ കോരിയിട്ടത് വിശുദ്ധ ലൂക്കായാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രതീകം കാളയാണ്. ഏകദേശം AD 74 ഗ്രീസിൽ വെച്ചാണ് ലൂക്കാ സുവിശേഷകൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ പാതുവായിൽ സൂക്ഷിച്ചിരിക്കുന്നു. സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും തിരുക്കുമാരന്റെ ജനനത്തെ കുറിച്ചുള്ള മംഗളവാർത്തയും മേരി എലിസബത്തിനെ സന്ദർശിക്കുന്നതും ലൂക്കാ സുവിശേഷത്തിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. വിശുദ്ധ ലൂക്കാസ്ലീഹ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചതെന്നും അല്ലെന്നും ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. ലൂക്കാ സുവിശേഷങ്ങളെ പറ്റി പറഞ്ഞാൽ തീരാത്ത വാക്കുകൾ ഇനിയും നമുക്ക് ഓരോരുത്തർക്കും പറയുവാനുണ്ട്. തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Next, we have our tiny stars performing a joyful action song. Let's encourage Felix Shaji, Edwin Jito, Alphonse Jitin, Emmanuel Adam Jitin, and Aaron Jito as they take the stage. People praise you, oh God. Sing the gospel.
Coming up next is a graceful solo dance performed by Anet Santosh. Now welcomes Laila Benoy and Blessy Ben for a vibrant group dance. I searched the world to my just to find out your ways, Let's
We have a solo song by Joshimon Joseph. Up next is a lovely couple dance that celebrates unity and grace. Please welcome Alfonsa and Felix Shaji to perform. Thank you.
2-3 ദിവസം വിശുദ്ധ ലൂക്കായിൽ വിളങ്ങിയിരുന്ന ദൈവിക പുണ്യങ്ങളും ജീവിത മാതൃകയും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയുടെ ജീവിതം സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി നൽകുകയായിരുന്നു വിശുദ്ധ ലൂക്ക. വിശുദ്ധ പൗലോസ്ലീഹായുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി ഈശോയിൽ വിളങ്ങിയിരിക്കുന്ന ജീവിത മാതൃക സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. ഈ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ വിശുദ്ധ ലൂക്കായിൽ വിളങ്ങി ശോഭിച്ചിരുന്ന ദൈവിക പുണ്യങ്ങളും മറ്റുള്ളവരുള്ള പരിഗണനയും ദരിദ്രരോടുള്ള സ്നേഹവും സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള അഗാധമായ ലക്ഷ്യവുമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ സ്വർഗീയ യാത്ര മുന്നിൽ കണ്ടുകൊണ്ട് ദൈവരാജ്യത്തിൽ ആയിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനുള്ള എല്ലാ കൃപാ അനുഗ്രഹങ്ങളും വിശുദ്ധ ലൂക്ക വഴി നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിരുനാൾ ദിവസം ആശംസിച്ചുകൊണ്ട് ഈ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും നന്ദിയും ദൈവിക സ്നേഹവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കിഴക്കുതിച്ചേ തരமான സംഭവങ്ങളെ ഇനിവെല്ലാം பார்க்க
சந்தோஷமா ஆடும்போது இப்படி இன்னொரு போது கட்டுலாம் சொன்னீங்கன்னா சார் கைய வைக்கணும். झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिड तक तज्झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिड तक
झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तक झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता श्रीकर सत्य वशीकर दीन दयाकर कांति दिवाकर रूप सुधाकर गुण रत्नाकर नीकु प्रख्यतु पराकु प्रताप राम सद्गुण धाम तत्तुम तरत गिण्ण तक तद्दि गिण्ण तुम दित्तुम तरत गिण्ण तक तद्दि किट्ट तुम श्रीकर सत्य वशीकर दीन दयाकर कांति दिवाकर रूप सुधाकर गुण रत्नाकर नीकु प्रख्यतु पराकु प्रताप राम सद्गुण धाम तत्तुम तरत गिण्ण तक तद्दि गिण्ण तुम दित्तुम तरत गिण्ण तक तद्दि गिण्ण तुम तज्झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तकता झम तज्झम तद्धित्ताम आम ताम ताम धित तरिकिट तक झम तरिकिट तक झम तरिकिट तक झम സഹൃദയരെ, കലാസ്നേഹികളെ, ആത്മാവിൻ്റെ കലയാണ് നാടകം. മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന ഒരു കല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 38 മുതലുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച് അവ വർത്തമാനകാലവുമായി കോർത്തിണക്കി സെൻറ് മേരീസ് ചർച്ച് മയൂറാർ ഫേസ് 1-ൻ്റെ സെൻറ് ലൂക്ക് യൂണിറ്റിലെ കലാകാരന്മാരും കലാകാരികളും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മർത്ത മറിയം 2025. കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി
കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലി ഒന്നും തീർന്നിട്ടില്ല. പണി തീർന്നിരുന്നെങ്കിൽ എനിക്കും യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവിൻ തീ കത്തിക്കാം. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചിരുന്നാൽ പണി തീരുമോ? മറന്നുപോയോ? ഇന്നല്ലേ നമ്മൾ യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടി വന്നാൽ എങ്ങനെയാ? ഒരു 10-25 കൂട്ടം കറിയെങ്കിലും ഉണ്ടാക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം, അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലാ? മാർത്തേ, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. യേശുവിന് 10-25 കൂട്ടം കറികളൊന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിന് ഏറെ ഇഷ്ടം. കുറച്ച് അത്തിപ്പഴം കൂടെ ഉണ്ടെങ്കിൽ ഏറെ സന്തോഷമാവും. ലാസറച്ചായൻ എങ്ങോട്ടാ പോണേ? യേശുവിൻ്റെ പ്രസംഗം ഈ ഗലീലെ കരയ്ക്കടുത്ത് നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും അവിടെ നടക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തൻ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസറച്ചായ, എനിക്കും കൂടി വരണമെന്നുണ്ട്. പക്ഷേ യേശുവിനെ ഇന്നിവിടെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? ഇവിടുത്തെ പാചകങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറിയേ, നീ വാ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോകാം. നിൽക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി മേടിച്ചുകൊണ്ട് വേണം വരാൻ. എന്താ മാർത്തേ, ഇതൊരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ. ദേ അച്ചായ, ഇവിടെ ചിക്കൻ ഇല്ല, മല്ലിയിലയില്ല, ജ്യൂസ് ഇല്ല, അത്തിപ്പഴമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി, വിവരിക്കേണ്ട. പ്രസംഗം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ നമുക്ക് പോകാം ലാസറച്ചായ. മാർത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വാ. എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട. എല്ലാവരും കൊടുത്തതിലും ഭംഗിയായി നമുക്ക് യേശുവിന് ഡിന്നർ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. മാർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താ പഠിപ്പിച്ചതെന്ന് നീ ഓർക്കുന്നില്ലേ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണല്ലോ. അതൊക്കെ ശരി തന്നെ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടുത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് എന്നും അടുക്കള തന്നെ ശരണം. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്തിയെന്ന് ചോദിച്ചാൽ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രസംഗം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓ ശരി. പിന്നെ സൂം എടുക്കുന്നവരോട് പറയണം, അവിടുത്തെ ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതിയെന്ന് കേട്ടോ. പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തേക്കണേ. ആരാണാവോ വന്നത്? ആ ശലോമി നീയായിരുന്നോ? നീ എന്താടി വടിയൊക്കെ പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പൊ വടിയില്ലാതെ നിനക്ക് നടക്കാൻ പാടില്ലെന്നായോ? എടി, ഇത് നടക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതേ മോശ ഉപയോഗിച്ച അംശവടിയാണ്. ഞാനിത് നമ്മുടെ തോംസൺ പ്ലാവെങ്കിലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാ. 100-200 അല്ല കൊടുത്തത്, 25 ലക്ഷം കൊടുത്തത്. ആണോ? പിന്നെ എന്തൊക്കെയുണ്ടടി വിശേഷങ്ങൾ? ആ മാർത്തേ, സുഖമായിട്ടിരിക്കണു. നീ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ. പ്രാർത്ഥന പിന്നെയും ആകാമല്ലോ. ഒത്തിരി നാളായില്ലേ നിന്നെ കണ്ടിട്ട്. ഓ, ഭയങ്കര തിരക്കാർന്നടി. അത് പോട്ടെ, നീ ഇന്ന് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? ആ, അറിഞ്ഞില്ലേ? ഞങ്ങളാണ് ഇന്ന് യേശുവിന് ഡിന്നർ കൊടുക്കുന്നത്. ഒരു 5 സ്റ്റാർ ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശലോമി, നീ എന്താ പ്രസംഗത്തിന് പോകാതിരുന്നത്? അതിന് ഈ പ്രസംഗം 1-2 ദിവസമാണോ ഉള്ളത്? 15 ദിവസം അല്ലേ? പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാ പോരെ? പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ തന്നെ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം തന്നെയല്ലേ.
എടി മാർത്തെ, നീ ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിരുന്നോ? ഇല്ലടി, ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ നോക്കിയേ ഉള്ളൂ. എന്താ സലോമി? അതെ, നമ്മുടെ ഫാഹയിലെ സാറയില്ലേ, അവള് പള്ളിയുടെ പിക്നിക്കിന് ഗ്രീൻ ഐലൻഡിൽ പോയ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തേക്കണു. അവളുടെ ഒരു പത്രാസ്. ഞാൻ ലൈക്ക് അടിച്ചിട്ടൊന്നുമില്ല, നീ ലൈക്ക് അടിക്കണ്ട കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും. മാർത്തേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഭയങ്കര തിരക്കാടി. പിള്ളേർക്ക് ഓൺലൈനിൽ നീന്തൽ ക്ലാസ്സും ഓട്ട മത്സരം ഒക്കെ ഉണ്ട്. കൂടാതെ എനിക്കേ ജുംബ ഡാൻസും. എടി, ആ വടി ഇഞ്ഞിട്ട് എടുത്തേ, ഞാൻ പോകട്ടെ. എന്നാ ശരിയടി. ഈ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഐപാഡ് എടുക്കാം, അതാവുമ്പോ വലിയ സ്ക്രീനിൽ കാണാലോ. ഓ, പള്ളിയിൽ ജപമാല നടക്കുകയാണല്ലോ. സെന്റ് ലൂക്കിന്റെ യൂണിറ്റിന്റെ വാർഷികമാണല്ലോ. വലിയ പരിപാടിയാണല്ലോ. നമ്മുടെ പൗലോച്ചായന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇവനൊക്കെ ഏത് നേരം FB പോസ്റ്റ് ഇടാനേ നേരമുള്ളൂ. എന്തായാലും ഒന്ന് വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഓ, സാറയുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. 15 വർഷമായോ? കണ്ടാൽ ഇവൾക്കൊന്നും പ്രായം തോന്നില്ല കേട്ടോ. അവളുടെ വീട്ടിലാണെങ്കിൽ എന്നും അടിയും ബഹളവുമാ. എൻ്റെ വീതം ഒരു വിഷ് ഇരിക്കട്ടെ. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയല്ലോ. ഈ ഫേസ്ബുക്കിൽ നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. പിന്നെ പണിയൊന്നും തീർന്നിട്ടുമില്ല. ആ, ആരൊക്കെയായത്? സൂസന്നയും റബേക്കയുമോ? വാ വാ, ഇരിക്ക്. മാർത്തേ, നിന്റെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ല. ലാസറും മറിയയും ഏറ്റവും മുൻപിലിരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഇന്ന് ഇവര് ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കൊണ്ട് ഞാൻ പോയില്ല എന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. ഓ, എനിക്കത്ര അനുഗ്രഹമൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇതന്നെയല്ലേ കേൾക്കുന്നേ. ഇന്നലെയും ഞാനും ഒക്കെ പറഞ്ഞല്ലേ ഇന്നും പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അല്ലേലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നെയ്യപ്പവും പഴവും പാച്ചോറും വാങ്ങിക്കാനല്ലേ വരുന്നത്. ഓ, നീ ഒന്ന് പോ. അയ്യോ മാർത്തേ, നിന്നെ കണ്ട അപ്പടി വല്ലാണ്ടിരിക്കുന്നല്ലോ. നീ ഇപ്പം സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല? ബ്യൂട്ടി പാർലറും പോകാറില്ലേ? ഓ, എന്നെ പറയാനാ. ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എവിടെയാ സമയം ബ്യൂട്ടി പാർലറിൽ പോകാൻ? അല്ലെങ്കിലും നമ്മളൊക്കെ സുന്ദരികളാണല്ലോ. നിങ്ങൾ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വേണ്ട മാർത്തേ, നിനക്ക് ഒത്തിരി പണികളുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, സാരമില്ല. നിങ്ങൾ വല്ലപ്പോഴും അല്ലേ വരുന്നത്. ഇരിക്കെ. നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങ് പോയിക്കോ. മാർത്തേ, നീ നമ്മുടെ പള്ളിയിൽ ഏതെങ്കിലും കാര്യം അറിയുന്നുണ്ടോ? അവിടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവല്, പിക്നിക്ക്, ക്രിസ്മസ് പ്രോഗ്രാം എന്തെല്ലാമാ നടക്കുന്നത്? ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ? മറിയ ഇവിടെ വന്ന ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും വികാരിയച്ഛൻ അയക്കുന്ന വാട്സപ്പ് മെസ്സേജ് നോക്കിയാ വിവരങ്ങളൊക്കെ അറിയുന്നത്. റബേക്ക, നമുക്ക് പോകാം. മാർത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. ഓ, ഒരു വിശുദ്ധ വന്നേക്കുന്നു. മാർത്തേ, എന്റെ സഹായം വല്ല ആവശ്യമുണ്ടോ നിനക്ക്? എന്നാ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞതാ. അയ്യോ, ഇപ്പോഴാ ഞാൻ ഓർത്തെ. അച്ചായൻ ഓഫീസിൽ നിന്ന് വരാറായി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറയാകാൻ. എന്നാലും നമ്മൾക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. മാർത്തേ, വീട്ടിലെ പണിയെല്ലാം എന്തായി? കഴിഞ്ഞോ? മറിയെ, എന്തു പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും നീയും എത്തിയല്ലോ. നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗമാകട്ടെ. ലാസറച്ചായ, ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ, നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ മാർത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? മറിയെ, നീ അധികം വിശുദ്ധയാവുമൊന്നും വേണ്ട. ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഇവിടെ ആരാ വീട്ടുജോലി ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്യേ. ഇവളുമാരെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും സ്വിഗ്ഗിന്നോ സൊമാറ്റോന്നോ ഓർഡർ ചെയ്യേണ്ടി വരും. ആ, യോനാച്ചായ, എന്തുണ്ട് വിശേഷം? പീറ്ററച്ചായൻ എന്തിയേ?
പീറ്ററിന്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു, അതുകൊണ്ട് അവൻ ക്വാറന്റൈനിലാണ്. അയ്യോ, അമ്മച്ചിക്ക് പണിയാണോ? കഷ്ടമായി പോയി. അമ്മച്ചിക്ക് അല്ലേലും ഈയിടെയായി ദൈവവിശ്വാസം കുറവായിരുന്നു. പള്ളിയിലും വരത്തില്ലായിരുന്നു. മാർത്തേ, നീ വലിയ സദ്യ ഒരുക്കുവാണെന്ന് കേട്ടല്ലോ. ഈ വീടെന്താ ഒരു വൃത്തിയുമില്ലാതെ കിടക്കുന്നേ? ഈ യോനാച്ചായന്റെ ഒരു കാര്യം, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുകയാണോ? ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പണിയെടുക്കാൻ. ഇവിടെ എല്ലാവരും പ്രാർത്ഥനക്കാരാ. പെട്ടെന്നാകട്ടെ, യേശു വരാറായി. മറിയേ, വാ ഇങ്ങോട്ട്, പണി ചെയ്യണ്ടേ? വീട്, ഞാൻ അല്പനേരം യേശുവിന്റെ അടുക്കൽ ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഗുരു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഇവിടുന്ന് മറിയയോടൊന്ന് പറഞ്ഞാലും. മാർത്തേ, മാർത്തേ, നീ പലതിനെയും കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായാൽ ഓർത്തിടുവിൻ, സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഉയിരിൻ നാഥനെ, ഉലകിൻ നാദിയേ, ഇരുളിൻ വീതി തിരിയാ നീ വരൂ.
പാട്ട് മാറിയെന്ന്. മിസ്റ്റർ സലീം, ഈ പാട്ടാണോ ഞങ്ങൾ തന്നത്? അയ്യോ, സോറി. ആ പെണ്ണ് എടുത്ത് ഞാൻ മറന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിങ്ങളുള്ള ഏതെങ്കിലും പാട്ടിട്. അതിങ്ങനെ ശരിയാവും. മണ്ണിന് മീതെയുള്ള എല്ലാ പാട്ടും ഡാൻസും കളിക്കാൻ പാടില്ല. ഞങ്ങളിവിടെ കളിക്കാം. എനിക്ക് പിന്നെ ഒരു ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ പാട്ടുകളുണ്ടെങ്കിൽ ഒരു മ്യൂസിക് പാടാൻ പറ്റുമോ? അതെ, കഴിഞ്ഞ വർഷം നമ്മുടെ ക്യാബിനറ്റ് കളിച്ച് ഒരു ഡാർക്ക് സിനിമയിൽ അത് തരില്ല. വലുതാണ്
ക്വാളിറ്റി ബ്രോ. See
വളരണമേ യഹോവേ. Up next, we have the ever-talented Anne-Marie Ascaria, known for her graceful voice and heartfelt singing. Now we welcome Jaya Matthew, whose musical charm always brings warmth and joy.
heartfelt. Benny Uncle is here once again with a cinematic music performance. Let's welcome him with a big round of applause. സാഗരങ്ങളിൽ പാടിയുണർത്തിയ സാമഗീതം സാമസംഗീതമേഖല സാഗരങ്ങളിൽ പാടിയുണർത്തിയ സാമഗീതം സാമസംഗീതമേ സാഗരങ്ങളിൽ ഓരോ നീയൻ ലോകമാമി ഏകധാരയിൽ ഒന്നിടപെട്ടു സാഗരങ്ങളിൽ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളിൽ നിലാവിന്റെ ചിറ്റകപ്പൂക്കൾ ചുണ്ടിയ കയ്യാതത്തിൽ നിലാവിന്റെ ചിറ്റകപ്പൂക്കൾ ചുണ്ടിയ കയ്യാതത്തിൽ കാതരയാം കണ്ണലേഖയും ഒരു സോനലേഖയായി മായുന്നു കരുകി ഉണർത്തു സാഗരങ്ങളിൽ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളിൽ മണ്ണിന്റെ ഗന്ധമുയർന്നു ചെന്നൈ മറ്റു പാടുന്നു മണ്ണിന്റെ ഗന്ധമുയർന്നു ചെന്നൈ മറ്റു പാടുന്നു ഈരവിധം മാറിനാരുടെ കൈയിലെ പാടുകൾ പുലരുന്നു സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. Thank you, Benny Uncle, for that wonderful performance. Next, we have two wonderful voices joining together in harmony. Please welcome Jaymon Thomas and Shadi Joseph for a soulful duet. സ്നേഹമുള്ളവരെ, നിങ്ങൾ നല്ല ഗാനങ്ങൾ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പാടാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ പാടാൻ ഗാനം ആസ്വദിച്ചിട്ട് ഒരു കോമഡിയായിട്ട് സ്വീകരിച്ച് ഞങ്ങളെ പ്രോത്സാഹിക്കണമെന്ന്
അന്തിക്കടപ്പുറത്തോരോ കൂടെ കുറിച്ച് നടക്കുന്നതാരാണ് ആരാണ് അന്തിക്കടപ്പുറത്തോരോ കൂടെ കുറിച്ച് നടക്കുന്നതാരാണ് ആരാണ് അന്തിക്കടപ്പുറത്തോരോ കൂടെ എടുത്തു നാലും കുത്തി കുറിക്ക് നടക്കുന്നതാരാണ് ആരാണ് ഞാനല്ല പാരുണ്ടല്ല ചെമ്മാനം മാറണ തോരയും അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതായി അന്തിക്കടപ്പുറത്തോരോ കൂടെ എടുത്തു നാലും കുത്തി കുറിക്ക് നടക്കുന്നതാരാണ് ആരാണ് ചെമ്മാനം പാടണ തോരയും അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ പാടിത്തക്കിടിതാക്കളി മുക്കിളി തൊട്ട് കളിക്കൽ കടലും കുട്ടികളക്കര മുട്ട് കളിപ്പട കൊച്ചുകിടാക്കലും ഉച്ചു വരുന്നത് കൊണ്ടുമലപ്പൊടി കട്ടിക്കളവിട കൂട്ടണ താളം തുമ്പികളായി കൊടുക്കുന്നത് ചാകര കണ്ണ കണക്ക് മണപ്പുറമായി ഞാനും കേട്ടേ അത്തിമരത്തിൻ കീഴിൽ കരയിലപ്പോ തിക്കല് നല്ലത് പാടി Wow guys, that was really a great performance. Next up, we have something refreshing, a musical fusion that blends creativity and rhythm. Please welcome Epin Joseph, Sharon Santosh and Laila Benoy with a lively instrumental performance.
പതിയേ പൊന്നും ഭയമ്പുണ്ടോ വാനം പാടി തൂവലുണ്ടോ ഉള്ളിലാമോദം തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിലാമോദം തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു പച്ചക്കറിക്കായ
Okay, so the next song, I think most of you know it. It's called Kanda. So those of you know, please try to join me because I will probably stop playing this. So please join in, and Sharon will be beatboxing. So thank you. Kanda, യൂണിറ്റിന്റെ ഓൾമോസ്റ്റ് ഇവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായി പ്രോഗ്രാം കണ്ടപ്പോൾ തന്നെ. അതിനെ സമയം ചെലവഴിച്ച് ഒത്തിരി ആളുകൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രോഗ്രാം കാണുമ്പോൾ മനസ്സിലാവും. അത് കളിച്ചവർ മാത്രമല്ല, അത് അതിന്റെ പുറകിലും പ്രവർത്തിച്ചൊരു ധാരാളം ഉണ്ടാകും. പലപ്പോഴും നമുക്കറിയാം ബിഹൈൻഡ് ദ കട്ടൻ, ഈ കട്ടന്റെ പുറകിലുള്ള ആളുകൾ പലപ്പോഴും നമ്മൾ മാനിക്കാറില്ല, ഗൗനിക്കാറില്ല, അല്ലെങ്കിൽ അവർക്കുള്ള നമ്മൾ പലപ്പോഴും അവരെ നമ്മൾ അധികമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാറില്ല. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഈ ബിഹൈൻഡ് ദ കട്ടന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു. കാരണം അത്രമാത്രം സുന്ദരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിന് സമയം വേണം, കോർഡിനേഷൻ വേണം, യൂണിറ്റി വേണം, അതിനുള്ള സമയം ചെലവാക്കണം, പല കാര്യങ്ങളുണ്ട്. അപ്പൊ വളരെ നല്ല രീതിയിൽ പ്രസിഡന്റ് മുതൽ അവരെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തുടങ്ങി യൂണിറ്റിൽ എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു ഫലമായിട്ടുള്ള നല്ലൊരു പ്രോഗ്രാം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും വേറെ ഒന്നും അതിന് പറയാനില്ല, കാരണം അത്രമാത്രം മനോഹരമായിരുന്ന പ്രോഗ്രാം. ഒന്നിനേറെ മെച്ചം അല്ലെ. ഓരോ പ്രോഗ്രാം കാണുമ്പോഴും കണ്ടിരിക്കാനായിട്ട് മനസ്സിന് കുളിർമ തോന്നുന്ന, അല്ലെങ്കിൽ കണ്ണിന് രസം തോന്നുന്ന പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. പലതും നമ്മൾ പല കാര്യങ്ങളും ചില ആളുകളൊക്കെ ഇത്രമാത്രം ചെയ്യുമോ, ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇത്രമാത്രം ക്രിയേറ്റിവിറ്റി ഉണ്ടോ, ഈ ആളുകൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ എനിക്കിന്ന് കാണാൻ സാധിച്ചു. അപ്പൊ അതും നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞു ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നല്ലൊരു കോമൺ പരിപാടികൾ വരുമ്പോഴും നല്ല നല്ല ആളുകൾ ഇങ്ങനെ പുറകിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് പൊന്തി വരാനുള്ള ഒരു അവസരം, ഇനി പള്ളിയിലും ചുറ്റുപാടും കാണാത്തവരൊക്കെ ഒന്ന് വരാനുള്ള ഒരു അവസരം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും
എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ സെന്റ് ലൂക്കിൽ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചു പേരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ജോലി തിരക്കായിട്ട് പോയിട്ട് കാണാം, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അതും വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു യൂണിറ്റിയാണ്. യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാം മാത്രമല്ല, നമ്മുടെ ദിവ്യബലി തുടങ്ങി രാവിലത്തെ ദിവ്യബലി തുടങ്ങി ഈ സമയം വരെ ഉള്ള കാര്യങ്ങളിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് പങ്കെടുത്തു. തീർച്ചയായിട്ടും ഒരു ദിവ്യബലി സെന്റ് ലൂക്കിന്റെ യൂണിറ്റ് ഫീസ്റ്റ് ആഘോഷിക്കുമ്പോൾ യൂണിറ്റിൽ എല്ലാവരും തന്നെ രാവിലെ ദിവ്യബലിക്ക് വന്നിരുന്ന് കുറച്ചുപേരെ ഞാൻ വൈകിട്ട് കണ്ടു. എല്ലാവരും രാവിലെയാണ് വരേണ്ടത്. നമ്മൾ ഒരുമിച്ച് ആ ദിവ്യബലി അർപ്പിച്ച് പിന്നീടാണ് നമ്മൾ ഒരുമിച്ച് ഒരു യൂണിറ്റ് വാർഷികത്തിലേക്ക് എത്തുക. തീർച്ചയായിട്ടും ഈ പരിശ്രമത്തിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു കൈ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത എല്ലാവർക്കും ഞാൻ ആരും പേരെടുക്കുന്നില്ല. ദാസേട്ടൻ തുടങ്ങി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തുടങ്ങി എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഈ ഒരു കുട്ടികളിലുള്ള കഴിവ്, ചേട്ടന്മാർ ചേച്ചിമാരിലുള്ള കഴിവ് അത് നമുക്ക് വളർത്തിയെടുക്കണം. ഇങ്ങനെ ഒരു അവസരങ്ങളാണ് നമുക്കത് വളർത്തിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും ആളുകൾക്ക് ഒരു നാണമാണ് മുമ്പോട്ട് വരാനായിട്ട്. പക്ഷെ ആ നാണം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പലരും ഒരു മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് അവതരിപ്പിക്കുവാനുള്ള ഒരു തയ്യാർ അല്ലെങ്കിൽ എൻ്റെ റെഡിനെസ് കാണാൻ സാധിച്ചു. അത് വളരെ നല്ല കാര്യമാണ്. ചിലരെല്ലാവരും ഒത്തിരി ഒരു പാട്ട് പാടി, ചിലരൊക്കെ എത്രമാത്രം പാട്ട് പാടുന്നുണ്ടോന്നൊക്കെ എനിക്ക് ഇന്ന് മനസ്സിലായേ. അത് നല്ല കാര്യം. അതുപോലെ എല്ലാവരും തന്നെ ഡാൻസ് കളിച്ചു. അപ്പൊ ഇത്രമാത്രം ഭംഗിയായിട്ട് കളിക്കാമെന്ന് മനസ്സിലായി. നാടകം അവതരിപ്പിച്ചു. അപ്പൊ എല്ലാവരും അത് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള വ്യക്തികളില് ഈ കഴിവുണ്ട് എന്ന് എനിക്കിന്ന് മനസ്സിലായി. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെല്ലാവരും മുമ്പോട്ട് വരണം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ മൈക്ക് ഓപ്പറേറ്റർ വർഗീസേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ആരാണ് അവന്റെ പേര്, അലനെ ഞാൻ വളരെ ചുരുക്കം കാണാനുള്ളൂ തോന്നുന്നു. അലൻ ലാപ്ടോപ്പുമായിട്ട് ഇവിടെ കണ്ടു. അങ്ങനെ പലരും പല രീതിയിൽ നമ്മൾ വന്ന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാക്കി. അപ്പൊ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു യൂണിറ്റി, ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ അത് തുടർന്നു കൊണ്ടുപോകണം, അത് വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു. അനുഗ്രഹങ്ങളും കൃപകളും നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പ്രകടിപ്പിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ആൽബർട്ട് അച്ഛ, മദർ, സിസ്റ്റേഴ്സ്, ബ്രദർ, ട്രസ്റ്റിമാരായ വർഗീസ് ചേട്ടൻ, ഓളി ചേട്ടൻ, ജോണിക്കുട്ടി സാർ, നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ മറ്റ് യൂണിറ്റ് പ്രസിഡന്റുമാർ, മറ്റ് സംഘടനാ പ്രസിഡന്റുമാർ, എല്ലാവർക്കും സെന്റ് ലൂക്ക് യൂണിറ്റിൻ്റെ നാമത്തിൽ ഞാൻ പ്രണാമം. ഇന്ന് ഇവിടെ നാം നടത്തിയ യൂണിറ്റ് വാർഷികത്തിൻ്റെ അവസാന ഇനമായ നന്ദി പ്രകടനമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. സെന്റ് ലൂക്ക് യൂണിറ്റ് എന്ന ഈ ചെറിയ സമൂഹം ഇന്ന് അത് മുന്നേറുന്നുവെങ്കിൽ അതിന് കാരണം നമുക്കെല്ലാം സമയാസമയം ദൈവഇഷ്ടമായ പ്രാർത്ഥനയും മഹത്വം നൽകുന്ന നമ്മുടെ ആൽബർട്ട് അച്ഛനും ഒപ്പം കൂട്ടായി നിൽക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സുമാണ്. ഞാൻ ഈ അവസരത്തിൽ അവർക്ക് സെന്റ് ലൂക്ക് യൂണിറ്റിന്റെ പേരിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. മുമ്പ് ഈ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ച നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ദാസിയേട്ടനും മറ്റ് യൂണിറ്റ് ഭാരവാഹികൾക്കും സ്നേഹമലകളും സമർപ്പിക്കുന്ന ഏതൊരു സംരംഭത്തിനും അതിൻ്റെ ലക്ഷ്യത്തിലെത്തുവാൻ ഒരു സാരഥിയും ഒപ്പം സന്മനസ്സുള്ള ഭാരവാഹികൾ യൂണിറ്റ് അംഗങ്ങളുടെയും കൂട്ടായ്മ ആവശ്യമാണ്. സ്ഥലപരിമിതികളും സമയപരിമിതികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ യൂണിറ്റിൻ്റെ എല്ലാ പരിപാടികളിലും ആത്മാർത്ഥമായി സഹകരിച്ച് പങ്കുചേരുന്ന നമ്മുടെ സെന്റ് ലൂക്ക് യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളോടും ഞാൻ യൂണിറ്റിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ പരിപാടിയിൽ മൂട്ടിപിടിപ്പിക്കാനായി എത്തിയ മറ്റ് യൂണിറ്റ് അംഗങ്ങൾക്കും എല്ലാ സംഘടനാ ഭാരവാഹി പ്രസിഡന്റുമാർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇന്നത്തെ കലാവിരുന്നിന് അണിയറകളിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കി തന്ന ലിയോ വർഗീസ് ചേട്ടന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് വേണ്ടി സ്നേഹമിരുന്ന് ഒരുക്കിയിരിക്കുന്ന റിനി ചേച്ചിയുടെ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. Gracious words of appreciation.
What a wonderful evening it has been, filled with faith, friendship and festivity. May St. Luke continue to intercede for us and bless our parish family with unity and love. Thank you all for being part of the celebration. Have a blessed evening and a joyous feast.